എന്നെ ഈ ഇവൻറ്റിന് ഇൻവൈറ്റ് ചെയ്ത മീഡിയ വണ്ണിൻ്റെ എല്ലാ പ്രവർത്തകരോടും സാരഥിയോടും എല്ലാവരോടും നന്ദി പറയും. ഞാൻ നിങ്ങൾക്കും പുറത്തൊരുക്കിയിരിക്കുന്ന ഡിന്നറിനും ഇടയ്ക്ക് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കേൾക്കാനുള്ള ശക്തി 10-20 മിനിറ്റ് കഴിഞ്ഞാൽ നഷ്ടപ്പെടും. അരമണിക്കൂർ കുറച്ചുകൂടി പിടിക്കാം. 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഒരു സീറ്റ് ഇരിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പർട്ടിക്കുലർലി സംരംഭകർക്കും കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ്സിനുമൊക്കെ കുത്തിയിരിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറിൻ്റെ ചടുലമായ സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. വളരെ നല്ല രീതിയിലുള്ള പ്രസംഗം നമ്മുടെ പ്രതിപക്ഷ നേതാവും നിങ്ങളുടെ ചീഫ് എഡിറ്ററും എല്ലാവരും വളരെ ഭംഗിയായി സംസാരിച്ച ഈ സമയത്ത് ഞാനൊരു അവസാനക്കാരനാണ്. അപ്പോൾ ഒരു തമാശ പറയാം. പണ്ട് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ജോലി തുടങ്ങിയത് ചണ്ഡീഗഡിലാണ്. ചണ്ഡീഗഡിൽ അന്ന് പോകുന്നത് ഇതുപോലെ പ്ലെയിനൊന്നുമില്ല. അന്നൊരു കേരള കർണാടക എക്സ്പ്രസ് ഉണ്ട്. ഈ കേരള കർണാടക എക്സ്പ്രസ് 15 ബോഗി തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ജോളാർപേട്ട ജംഗ്ഷനിലെത്തുമ്പോഴത്തേക്ക് ബാംഗ്ലൂരിൽ നിന്ന് 15 ബോഗി ജോയിൻ ചെയ്യും. 15 30 ബോഗി ന്യൂഡൽഹി വരെ പോകും. തിരിച്ച് വരുമ്പോഴത്തേക്ക് ജോളാർപേട്ട എത്തുമ്പോൾ 2 വശത്തേക്ക് പോകും. അങ്ങനെയാണ് അതിനെ KK എക്സ്പ്രസ് എന്ന് പറഞ്ഞിരുന്നത്, കേരള കർണാടക എക്സ്പ്രസ്. അപ്പോൾ അന്നത്തെ സ്റ്റേഷനുകളൊക്കെ ഒരു 10-12 ബോഗികൾ മാത്രം നിൽക്കുന്ന സ്റ്റേഷനുകളായിരുന്നു. ശരിക്കും മദ്രാസ് സെൻട്രൽ അല്ലെങ്കിൽ അതുപോലുള്ള വലിയ സ്റ്റേഷനുകളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഏതൊക്കെ സ്റ്റേഷനിൽ നിൽക്കും ഇതിന് 20 ബോഗി പുറത്താണ് കിടക്കുന്നത്. ഏകദേശം ഒരു 20 ബോഗി അന്നത്തെ പ്ലാറ്റ്ഫോമുകൾക്ക് പുറത്താണ് കിടക്കുന്നത്. കേരള കർണാടക എക്സ്പ്രസ്സിൽ ആദ്യമൊന്നും പാൻട്രി ഉണ്ടായിരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, 48 മണിക്കൂർ സഞ്ചരിക്കുന്ന കേരള കർണാടക എക്സ്പ്രസ്സിലെ യാത്രക്കാർക്ക് പാൻട്രി ഇല്ലാത്ത ഗതികേട്. 10 ബോഗി പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ 20 ബോഗിക്കാർ. ഇത് ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്നാണെന്ന് പറഞ്ഞിരുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടുതൽ നിൽക്കത്തില്ല. പുറത്തിറങ്ങി സാധനം വാങ്ങിച്ച് കഴിക്കാനുള്ള ആഹാരം വാങ്ങി കഴിക്കാനുള്ള സമയം കൂടി കിട്ടത്തില്ല. അങ്ങനെ എൻ്റെ ഫ്രണ്ട് വളരെ ബുദ്ധിമുട്ടി ഡൽഹിയിൽ നിന്ന് ഇത്രയൊക്കെ സഞ്ചരിച്ച് ആഹാരം 2 ദിവസം കഴിക്കാതെ ഏറ്റവും അവസാനത്തെ ബോഗിയിലായിരുന്നു പുള്ളിക്കാരൻ. തിരുവനന്തപുരത്തെത്തി നേരെ സ്റ്റേഷൻ മാസ്റ്ററുടെ ക്യാബിനിലേക്ക് വച്ച് കെട്ടി. അവിടെ പറഞ്ഞ് കംപ്ലയിൻറ്റ് പുസ്തകം തരുമെന്ന് പറഞ്ഞു. കംപ്ലയിൻറ്റ് പുസ്തകം കൊടുത്തു. അപ്പോൾ അദ്ദേഹം കംപ്ലയിൻറ്റ് ബോക്സിൽ എഴുതി, ട്രെയിനിൽ അവസാനത്തെ കമ്പാർട്ട്മെൻറ്റ് പാടില്ല. ഒരു സജഷനും കൊടുത്തു. അവസാനത്തെ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് നടുക്കായിരിക്കണം എന്ന് എനിക്ക് വേണമെങ്കിൽ ഒരു കംപ്ലയിൻ്റായിട്ട് തരാം അല്ലേ. ഒരു സ്പീക്കർക്ക് അവസാനം സംസാരിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അത് നടുക്കായിരിക്കണം എന്ന് പറയുന്ന ഒരു സംഗതി. ഞാൻ നിങ്ങളോട് സ്റ്റാർട്ടപ്പിനെ പറ്റി സംസാരിക്കാൻ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ എസെൻസൊക്കെ കഴിഞ്ഞിരിക്കും. ശരിക്കും നമ്മൾ പഴഞ്ചൊല്ലിൽ പറയുകയാണെങ്കിൽ പശുവും ചത്ത് മോരിലെ പുളിയും കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ എസെൻസ് കഴിഞ്ഞു. അവാർഡൊക്കെ കൊടുത്ത് എല്ലാവരും ഖുഷിയായിട്ട് പുറത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഈ ആഹാരം കഴിച്ച് എങ്ങനെ വീട്ടിലെത്തണമെന്ന്, ഈ കൊച്ചി നഗരത്തിലെ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഒരാൾ സ്റ്റാർട്ടപ്പിനെ പറ്റി സംസാരിക്കാൻ പോകുന്നത് പറയുമ്പോൾ തന്നെ അതിനൊരു അപ്രസക്തിയാണ്, ഒരു പ്രസക്തി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എന്നാലും എന്നെ ഇവിടെ വിളിച്ചതിനും എന്തെങ്കിലും ഈ സംസാരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഗ്രൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മൈക്ക് വിടത്തില്ല. ഇതിന് മൈക്കോ മാനിയ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളവർക്ക് ദുരിതമോ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു അധിക പ്രസംഗിയുടെ ഫ്രണ്ടിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഐ ഹാവ് ടു സ്പീക്ക് ടു യു അബൌട്ട് ഫ്യൂച്ചർ ഓഫ് സ്റ്റാർട്ടപ്പ്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഡെഫിനിഷനിൽ DIPP അല്ലെങ്കിൽ എന്താണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോളിസി ആൻഡ് പ്രൊമോഷൻ, DIPP, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ എന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. സ്റ്റാർട്ടപ്പ് ഞാൻ MSME പറ്റി അല്ല സംസാരിക്കുന്നത്, ഞാൻ സ്റ്റാർട്ടപ്പിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിൻ്റെ പേരിപ്പോൾ മാറ്റി. ഇപ്പോൾ അതിനെ പറയുന്നത് DPIIT എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ്, DPIIT. അപ്പോൾ നിങ്ങളൊരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യണം. അവിടുത്തെ ഒരു നമ്പർ കിട്ടും. ഇതെല്ലാം ഓൺലൈൻ പ്രോസസ്സുകളാണ്. അവിടെ നിന്ന് നമ്പർ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഏത് സംസ്ഥാനത്തിലാണോ വർത്തിക്കുന്നത് ആ സംസ്ഥാനത്തിൽ സ്റ്റാർട്ടപ്പ് സിസ്റ്റം ഉണ്ടെങ്കിൽ
ഉദാഹരണം കേരളത്തിലുണ്ട്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, KSUM. ആ നമ്പർ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ കഴിഞ്ഞാൽ നിങ്ങൾ കേരള ബേസ്ഡ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ ലെവലിൽ അംഗീകാരമുള്ള ഒരു സ്റ്റാർട്ടപ്പായി മാറുന്നു. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറി ആണെന്ന് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളെപ്പോലുള്ള ആൾക്കാർ സ്റ്റാർട്ടപ്പ് എന്താണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് സ്റ്റാർട്ടപ്പ് എന്നുള്ള ഡെഫിനിഷനാണ് കൊടുക്കുന്നത്. തെറ്റാണ്. നിങ്ങളിപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഒരു SSI സ്കീമുണ്ട്. അതിനിപ്പോൾ നമ്മൾ MSME എന്നാണ് പറയുന്നത്. നൗ ഇറ്റ് ഈസ് കോൾഡ് MSME. നമുക്കൊരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ട് MSME. അതിനകത്ത് വരേണ്ട ഒരു സംഭവമാണ് സ്റ്റാർട്ടപ്പ് ബൈ കാറ്റഗറി, ബൈ ഡെഫിനിഷൻ എന്നുള്ളത് തന്നെയും സ്റ്റാർട്ടപ്പിൻ്റെ ഡെഫിനിഷൻ ഒന്ന് വേറെയാണ്. പല സംസ്ഥാനങ്ങളിലും പല ആവാസ വ്യവസ്ഥയിലും പല ബിസിനസ് ഈക്കോസിസ്റ്റത്തിലും പല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ പല രീതിയിലാണ് സ്റ്റാർട്ടപ്പിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു ഡെഫിനിഷൻ സ്റ്റാർട്ടപ്പ് ഞാൻ വായിച്ചതും പഠിച്ചതെന്നും മനസ്സിലാക്കിയത്, സ്റ്റാർട്ടപ്പിൻ്റെ ഡെഫിനിഷൻ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ അതാണ് ലോകമാസകലം കാണുന്ന സിലിക്കൺ വാലിയിൽ തുടങ്ങിയ ബാംഗ്ലൂരിൽ വളരെ എന്താ പറയുക വളരെ വലുതായി പൊക്കിക്കൊണ്ടിരിക്കുന്ന നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ വലുതായി വളർന്നുകൊണ്ടിരിക്കുന്ന ഹൈദരാബാദിലും ചെന്നൈയിലും മൊഹാലിയിലുമൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലും വളർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പ് ഈക്കോസിസ്റ്റം അഥവാ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ. അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ശരിക്കും SSI ഡെഫിനിഷൻ അല്ല, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ ഡെഫിനിഷൻ അല്ല, ഒരു MSMEയുടെ ഡെഫിനിഷൻ അല്ല. സ്റ്റാർട്ടപ്പിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ a newly formed enterprise generally without any previous history of operation. A newly formed enterprise generally without any previous history of operation. Predominantly technology based. Predominantly knowledge intensive. Helping wealth and employment generation. Helping health and employment generation as an economic engine growth, okay, as a growth engine, economic engine, as a growth catalyst, economic growth engine for the country in which it is located, okay. പക്ഷേ ഇതിലൊരു വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതാണ് ആർക്കും ഇഷ്ടപ്പെടാത്തൊരവസ്ഥ. എന്താണ്? സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. ശരിക്കും 100 സ്റ്റാർട്ടപ്പുകൾ വരുമ്പോൾ 5-ൽ താഴെയുള്ള സ്റ്റാർട്ടപ്പുകൾ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ. 5 മുതൽ 10 എണ്ണം ഓൾസോ റാൻസായിട്ട് ജീവിക്കുന്നു. ഈ 85 പേർക്കും ദേ ഹാവ് ടു ഐദർ സ്റ്റാർട്ടപ്പ് ഓൾ ഓവർ അഗെയിൻ ഓർ ഗോ ബാക്ക് ടു എംപ്ലോയ്മെൻറ്റ്. ഇത് എൻ്റെ ഫോമില അല്ല, വിശ്വമാസകലം. അത് സിലിക്കൺ വാലി ആയാലും അത് ബാംഗ്ലൂർ ആയാലും അത് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആയാലും കേരളയിലായാലും സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നതിൻ്റെ ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇൻസ്പൈറ്റ് ഓഫ് ഓൾ സച്ച് സ്മോൾ ഷെൽഫ് ലൈഫ് നമ്മൾ ഈ സ്റ്റാർട്ടപ്പിന് വളരെ കൂടുതലായിട്ടുള്ള പ്രാമുഖ്യം നൽകുന്നത് എന്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് സാധാരണ MSME ബിസിനസ്സുകളും സ്റ്റാർട്ടപ്പും തമ്മിലുള്ളൊരു വ്യത്യാസം. സ്റ്റാർട്ടപ്പുകളിൽ നമ്മളിപ്പോൾ 25 വർഷം മുമ്പായിട്ടുള്ളൊരു 30 വർഷം മുമ്പായിട്ടുള്ള സ്റ്റാർട്ടപ്പിൻ്റെ കഥ, അതിൻ്റെ ശരിക്കും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ലേറ്റർ ചെയർമാനായ വ്യക്തി ലോകത്തിലൊരു ധനാഢ്യനായിരുന്നു, ബിൽ ഗേറ്റ്സ്, അല്ലെങ്കിൽ ലോറിയലിസിൻ്റെ ഒറക്കിൾ, അല്ലെങ്കിൽ സൺ മൈക്രോസിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ടപ്പിലൊക്കെ തുടങ്ങിയിരിക്കുന്ന നമ്മുടെ ഇൻക്ലൂഡിങ് അവർ കണ്ണൂരുകാരൻ ബൈജു. അതിനൊക്കെ നമ്മൾ കാണുന്നത് എക്സ്പോണൻഷ്യൽ ഗ്രോത്താണ്. ദോസ് സ്റ്റാർട്ടപ്സ് വിച്ച് ആക്ച്വലി മേക്സ് ഇറ്റ് ഗുഡ് ഗ്രോസ് എക്സ്പോണൻഷ്യലി. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ബൈജുവിൻ്റെ ഒരു വാല്യൂഷൻ ഒരു സമയത്ത് ബൈജൂസിൻ്റെ വാല്യൂഷൻ $25 ബില്യൺ ആയിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ സമയത്ത് ഫെഡറൽ ബാങ്കിൻ്റെ വാല്യൂഷൻ വെറും $1.7 ബില്യൺ ആയിരുന്നു. മനസ്സിലാക്കൂ. ബൈജൂസിൻ്റെ വാല്യൂഷൻ ഒരു സമയത്ത് ഡോളർ ടേമിൽ $25.5 ബില്യൺ ആയ സമയത്ത് ഫെഡറൽ ബാങ്ക് ഒരു വളരെ ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പ്രൈവറ്റ് ബാങ്കാണ്, ഏറ്റവും നല്ലവണ്ണം പോകുന്ന. ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ അവർക്കിവിടെ ഒരു ഇതുണ്ടായിരുന്നു, അദ്ദേഹത്തെ ഹോർമിസ് മെമ്മോറിയൽ ലക്ഷ്യം. ആ ഫെഡറൽ ബാങ്കിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെറും $1.7 ബില്യൺ. അപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാമുഖ്യം കൊടുക്കുന്നത് എക്സ്പോണൻഷ്യൽ ഗ്രോത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരവസ്ഥയുള്ള ഓർഗനൈസേഷൻസാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത് 95% ഓഫ് സ്റ്റാർട്ടപ്സ് ഫെയിൽ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം.
നോ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ മിനിസ്റ്റർ നിതിൻ ഗഡ്കരി MSMEയുടെ മിനിസ്റ്റർ ആയതിനു ശേഷം ഓൺ അക്കൗണ്ട് എൻ്റർപ്രൈസ്, ഈ ഓൺ അക്കൗണ്ട് എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ലൈവ്ലിഹുഡ് എൻ്റർപ്രൈസാണ്. നിങ്ങൾ നടത്തുന്ന ചായക്കട, നിങ്ങൾ നടത്തുന്ന ഹൽവായി ഷോപ്പ്, നിങ്ങൾ നടത്തുന്ന പീടിക, ഇതൊക്കെ ഓൺ അക്കൗണ്ട് എൻ്റർപ്രൈസാണ്. അതൊന്നും നമ്മൾ വലിയ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനൊന്നും ഉണ്ടാക്കുന്ന, നിത്യവൃത്തിക്ക് വേണ്ടി മനുഷ്യരുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പോപ്പ മാമ ഷോപ്പ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള ചെറിയ സംരംഭങ്ങളെ കൂടി MSMEയിൽ അത് കലർത്തി. ഇപ്പോൾ അതാണ് മന്ത്രി രാജീവ് കഴിഞ്ഞതോടെ പറഞ്ഞത്, എണ്ണം കൂടി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ ചെറിയ എൻ്റർപ്രൈസുകളെയൊക്കെ MSMEയിലേക്ക് കലർത്തുകയുണ്ടായി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ 140 കോടി ജനങ്ങൾക്ക് 7 കോടി MSME സ്ഥാപനങ്ങളുണ്ട്. അതായത് 5 ഇന്ത്യക്കാരന് ഒരു MSME എന്നുള്ള നിലയിൽ. ഓക്കെ, അല്ല ആ രീതിയിൽ പോകുന്നു. 5% ഇന്ത്യക്കാർ, 5 ഓക്കെ. ഞാൻ MSMEയിലേക്ക് പോകുന്നില്ല. എൻ്റെ സബ്ജക്റ്റ് മാറ്റർ സ്റ്റാർട്ടപ്പാണ്. സ്റ്റാർട്ടപ്പിൻ്റെ വേറൊരു പ്രത്യേകത, അത് ശരിക്കും സ്റ്റാർട്ടപ്പിനെ മനുഷ്യർ ഇവാലുവേറ്റ് ചെയ്യുന്നത് പെർഫോമൻസിലല്ല, ഒരു ഐഡിയയുടെ വില, ആ ഐഡിയയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു പ്രൂഫ് ഓഫ് കൺസെപ്റ്റ്, അതിൻ്റെ വില, അത് മാർക്കറ്റ് പിടിച്ചെടുക്കാനുള്ള അതിൻ്റെ ഒരു സാങ്കത്യം. ഓക്കെ, അതിൻ്റെ വാല്യുവേഷനാണ് സ്റ്റാർട്ടപ്പിന് കൊടുക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പിന് കിട്ടുന്ന, ഇപ്പോൾ ബൈജുവിന് $25.5 ബില്യൺ മാർക്കറ്റ് വില ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ടേൺ ഓവർ 1000 കോടി രൂപയായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. 1000 കോടി രൂപയിലെത്താത്ത ബൈജൂസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $25.5 ബില്യൺ ആവണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ശരിക്കും സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒന്ന് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, ഹൈ ഫെയിലിയർ റേറ്റ്, ഇറ്റ് ഈസ് എ എക്കണോമിക് ഗ്രോത്ത് എഞ്ചിൻ ഓഫ് എ നേഷൻ. At the same time, it is evaluated based on the valuation process. അതായത് നിങ്ങളുടെ കമ്പനിയുടെ ടേൺ ഓവർ എന്ത് എന്നുള്ളതല്ല പ്രശ്നം, നിങ്ങൾ ഇപ്പോൾ എന്ത് ലാഭമുണ്ടാക്കി എന്നുള്ളതല്ല പ്രശ്നം, നിങ്ങളുടെ ഗ്രോത്ത് പോസിബിലിറ്റി, നിങ്ങളുടെ ലോകത്തിൻ്റെ ഈ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന എല്ലായിടത്തും എത്തിച്ചേരത്തക്കുള്ള പോസിബിലിറ്റി, അതിനെ കണക്കാക്കിയിട്ടാണ് ഈ സ്റ്റാർട്ടപ്പിൻ്റെ വാല്യൂഷൻ നടത്തുന്നത്. അത് കൂടുതലും ചെയ്തൊരു മെത്തേഡുണ്ട്, അതിന് പറയുന്നത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എന്ന് പറയും, DCF. അപ്പോൾ 5 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ലാഭത്തിൻ്റെ ഇപ്പോഴത്തെ NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്താണ്, അതിനാണ് വാല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് തുടക്കാത്ത എൻ്റെ ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കുന്ന വെറും ബിസിനസ് പ്ലാനിൽ ഉണ്ടാക്കുന്ന കമ്പനിയുടെ വാല്യൂഷൻ എനിക്ക് വേണമെങ്കിൽ 100 കോടി എന്ന് പറയാം. എങ്ങനെയാണ്? 5 വർഷം കഴിഞ്ഞിട്ട് 1000 കോടി പ്രോഫിറ്റ് ഉണ്ടാകുന്നു, അതിനെ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് സ്കൂളിലൂടെ അതിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഞാൻ മനസ്സിലാക്കുന്നു, അത് ഒരു മർച്ചൻറ്റ് ബാങ്കിനെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങുന്നു, എനിക്ക് വാല്യൂഷനായി. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. സോ സ്റ്റാർട്ടപ്പ് ഗെയിം ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം, അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ സ്റ്റാർട്ടപ്പുകളാണ്, പണ്ടത്തെ സ്റ്റാർട്ടപ്പുകളാണ് ഇന്ന് ലോകത്തിന് നയിക്കുന്നത്. ഓക്കെ, ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, 3 കമ്പനികളെ നമ്മൾ ഭയക്കേണ്ട 3 കമ്പനികൾ ഏതൊക്കെയാണ്? ഒന്ന് ഗൂഗിൾ, ഒന്ന് FB, ഒന്ന് ആമസോൺ. നിങ്ങളെവിടെയാണെന്ന് ഗൂഗിളിനറിയാം, നിങ്ങളെവിടെ പോയെന്ന് ഗൂഗിൾ പറയും. നിങ്ങൾക്ക് കള്ളം പറയാൻ പറ്റില്ല, ഗൂഗിളിനോട് മാത്രം കള്ളം പറയാൻ പറ്റില്ല, ഭാര്യയോട് പറയാൻ പറ്റും എവിടെ പോയെന്ന് കള്ളം പറയാൻ പറ്റും. നിങ്ങളുടെ ശരിക്കുള്ള ബിഹേവിയർ, നിങ്ങളുടെ മൂഡ് FB കറക്റ്റായിട്ട് പറയും. ഇന്ന് ലോകത്തെ എത്രയോ കമ്പനികൾ ഫേസ്ബുക്കിൽ നിന്ന് ഡേറ്റ വാങ്ങിയിട്ടാണ് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ഇമോഷണൽ കോഷൻ എന്താണെന്ന് നേരത്തെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അയാൾ റിക്രൂട്ട് ചെയ്യുന്നത്. അതാരാ കൊടുക്കുന്നത്? FB. കാരണം നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ മൂഡ് മുഴുവൻ FBയിൽ ഇട്ടുകൊണ്ടിരിക്കുക, സംഗതി, സന്തോഷം, കരച്ചിൽ എല്ലാം അവിടെ ഉണ്ടല്ലോ. നമ്മളെ കംപ്ലീറ്റ് FBയിൽ നമ്മൾ ഇട്ടിരിക്കുകയാണല്ലോ, സോഷ്യൽ മീഡിയ എന്ന് പറയും. 3-മത്തത് ആമസോൺ. നിങ്ങൾ എന്താണ് വാങ്ങുന്നത്, എങ്ങനെയാണ് വാങ്ങുന്നത്, ഏത് വിലയ്ക്കാണ് വാങ്ങുന്നത്, എവിടെയാണ് വാങ്ങുന്നത്, ആരിൽ നിന്നാണ് വാങ്ങുന്നത്, എപ്പോഴാണ് വാങ്ങുന്നത്, എന്താണ്, എല്ലാം അവർക്കറിയാം. നിങ്ങളെ അരച്ച് കലക്കി കുടിച്ചു വച്ചിരിക്കുകയാണ് ആമസോൺ. നിങ്ങളുടെ പ്രൊക്യൂർമെൻറ്റ് പ്രക്രിയ കംപ്ലീറ്റ് കലക്കി കുടിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 3 കമ്പനികൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് ബിഹേവിയർ പാറ്റേൺ അവർക്ക് മാറ്റാൻ സാധിക്കും. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഈ കമ്പനികളെല്ലാം സ്റ്റാർട്ടപ്പുകളായിരുന്നു ഒരു സമയത്ത്. അതാണ് അതിൻ്റെ വ്യാപ്തി. എന്തുകൊണ്ട് നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നു? എന്തുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത വാല്യൂഷൻ നമ്മൾ അംഗീകരിക്കുന്നു? എന്തുകൊണ്ട് 1000 കോടി കമ്പനിക്ക് $25.5 ബില്യൺ വാല്യൂഷൻ ഉണ്ടാകുന്നു എന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഭരിക്കുന്നത് ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളാണ്.
ഓക്കെ, അത് ഇപ്പോൾ ഏത് പേര് eBay അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടെക്നോളജി കമ്പനീസ് ദാറ്റ് വി സി ആർ വൺസ് സ്റ്റാർട്ടപ്പ് കമ്പനീസ്. ഇനി സ്റ്റാർട്ടപ്പിൻ്റെ എക്വിറ്റി സംവിധാനം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അത് പലപ്പോഴും നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ വരുന്ന ബിസിനസ്മെൻ, ഞാൻ കേരളത്തിൽ ഏകദേശം 2500 കൂടുതൽ സ്റ്റാർട്ടപ്പുകളുണ്ട്, രജിസ്റ്റേർഡ് സ്റ്റാർട്ടപ്പുകളുണ്ട്. I had personally interacted with more than 1,000 of them. ഞാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് മെൻറ്ററാണ്. അതിൻ്റെ ഒരു പ്രോ ബോണോ സർവീസാണ്. ഐ ഡോണ്ട് ചാർജ് ദം, ബട്ട് ഐ ഹെൽപ്പ് ദം. അപ്പോൾ ഈ 2500 കമ്പനികളുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള ടെക്നോളജി കമ്പനീസ് പറയുന്നത്. നമ്മൾ ഫിൻടെക്, അതായത് ഫൈനാൻസ് ടെക്നോളജി, എഡ്ടെക്, എഡ്യൂക്കേഷണൽ ടെക്നോളജി, റീറ്റെയിൽ ടെക്നോളജി, മെഡിക്കൽ ടെക്നോളജി, മെഡ്ടെക്, അങ്ങനെ പല പ്രകാരമായ കാര്യം. ഇതിലെല്ലാം നമ്മളിപ്പോൾ പ്രത്യേകിച്ചും കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 95% കൂടുതൽ കമ്പനികളും IT അല്ലെങ്കിൽ ബയോടെക്നോളജി അധിഷ്ഠിതമാണ്. വളരെ ചുരുക്കം കമ്പനികൾ മാത്രമേ അഗ്രിടെക് അല്ലെങ്കിൽ റീറ്റെയിൽ ടെക് എന്നൊക്കെ പറഞ്ഞ മേഖലയിൽ വർത്തിക്കുന്നുള്ളൂ. ഇവരെല്ലാം ഈ തുടക്കം എന്ന് പറയുന്ന ഒരു $1 ബില്യൺ ഐഡിയയിൽ നിന്നാണ് തുടങ്ങുന്നത്. അവരുടെ മനസ്സിലാണ് കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. അതുകൊണ്ട് എൻ്റെ ഐഡിയ ഒരു $1 ബില്യൺ ഐഡിയ ആണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ ഐഡിയ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. സ്റ്റാർട്ടപ്പിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തുടങ്ങുന്നതിൽ ശരിക്കും കോളേജുകളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നും ജമ്പ് ചെയ്ത് തുടങ്ങുന്നവരാണ്. വളരെ കൂടുതൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ തുടങ്ങുന്നവരാണ്. അത് ഒരു പ്രത്യേകതയാണ്. ഞാൻ പലപ്പോഴും മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പല വ്യക്തികൾക്കും സ്റ്റാർട്ടപ്പുകാർ പരിചയപ്പെടുത്തി കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിച്ചിട്ടില്ല. കാരണം അവർ ഈ കാണാത്ത സാധനത്തിന് എങ്ങനെയാണ് ഇത്രയും വിലയാകുന്നതെന്നാണ് ചോദിക്കുന്നത്. ഈ 2 വർഷം പഴക്കമുള്ള 1.5 വർഷം പഴക്കമുള്ള ഒരു കമ്പനിക്കാരൻ പയ്യൻ എന്നോട് പറയുന്നു, സാറേ ഞാൻ 10% ഷെയർ തരാം, സാർ എനിക്ക് 5 കോടി രൂപ തരാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളിക്ക് മനസ്സിലാവുന്ന. കാരണം പുള്ളി ചോര നീരാക്കി അധ്വാനിച്ച് ഗൾഫിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തുമൊക്കെ അവരങ്ങനെയുള്ള ബിസിനസ് ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിക്കൊടുന്ന വ്യക്തിയോട് പറയാണ്, ഞാൻ 5% ഷെയർ എൻ്റെ കമ്പനി തുടങ്ങിയിട്ടില്ല, ബിസിനസ് പ്ലാനിൽ ഇരിക്കുകയാണ്, എന്നാൽ ഞാൻ സാറിൻ്റെ 5% ഷെയർ 5 കോടിക്ക് തരാമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വലിന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഒരു പ്രവാസി, തികച്ചും GCC പ്രവാസിക്ക് അത് മനസ്സിലാക്കില്ല. അവർ ഒരു ബ്രിക്ക് ആൻഡ് മോർട്ടർ വേൾഡിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ദാറ്റ് ഈസ് പലപ്പോഴും ഞാനൊരു 20, 30, 40 പേരെ പല സ്റ്റാർട്ടപ്പുകളായിട്ട് കണക്ട് കൊടുത്തിട്ട് ഒരിടത്തു കൂടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ കംപ്ലീറ്റ് ആയിട്ടില്ല. ബിക്കോസ് അവർക്കത് മനസ്സിലാവുകയില്ല. അതേ സമയത്ത് നമ്മൾ കാണുന്ന ഏഞ്ചൽ നെറ്റ്വർക്ക്സ്, നമ്മൾ കാണുന്ന വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, നേരത്തെ നവാസ് മീരാൻ പറഞ്ഞ ഈ വളരെ ബുദ്ധിമുട്ടായി പറഞ്ഞ പ്രൈവറ്റ് എക്വിറ്റി ഹോൾഡേഴ്സ്, അവരൊക്കെ ചെയ്യുന്നത് അവർക്കറിയാം 10 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 വിജയിക്കും. പക്ഷെ ആ 1 വിജയിച്ചാൽ മതി. ബിക്കോസ് ഹി ഈസ് ഗെറ്റിംഗ് 5x, 10x ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ 18 months to 24 months ടൈം. ഓക്കെ, പിന്നെ അതൊരു ലെവലിൽ പറയുകയാണെങ്കിൽ ഒരു ചെറിയ മാഫിയ പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏഞ്ചലുകാരൻ VCക്ക് വിൽക്കും, VC ഗ്രേഡ് 1 A Bക്ക് കൊടുക്കും, B Cക്ക് കൊടുക്കും, C പ്രൈവറ്റ് എക്വിറ്റി കൊടുക്കും, അത് കഴിഞ്ഞൊരു IPO വരും. അപ്പോൾ എവറിബഡി വിൻസ്. ആക്ച്വലി ഇൻ ദ ഗെയിം എവറിബഡി വിൻസ്. അപ്പോൾ ശരിക്കും ഞാൻ പേര് പറയുന്നില്ല, ചില കമ്പനികളുടെയൊക്കെ മാർക്കറ്റിൻ്റെ എങ്ങനെയാണ് കൺട്രോൾ നിങ്ങളൊക്കെ TV പറഞ്ഞിരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും അതുപോലത്തെ ഒരു സംഗതി തന്നെയാണ്. അതായത് വാല്യുവേഷൻ പ്രോസസ്. ആ വാല്യുവേഷൻ പ്രോസസ് ഡിറ്റർമിൻസ് ദ ഷെയർ വാല്യൂ ഓഫ് ദ കമ്പനി. ഓക്കെ, ബട്ട് കമ്മിങ് ബാക്ക് ടു ഇറ്റ്, സ്റ്റാർട്ടപ്പ് ഈസ് വെരി വെരി ക്രിട്ടിക്കൽ. ഇന്ന് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ 2500 സ്റ്റാർട്ടപ്പ്, ശരാശരി 10 പേർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര പേർക്ക് എംപ്ലോയ്മെൻ്റ് ആയി? കേരള ഗവൺമെൻറ് എത്ര പേർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നു? കേരളത്തിലെ പ്രൈവറ്റ് സെക്ടർ, പബ്ലിക് സെക്ടർ എത്ര പേർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നു? കേരളത്തിലെ വലിയ വലിയ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ എത്ര ശതമാനം ആൾക്കാരെ എല്ലാ വർഷവും റിക്രൂട്ട് ചെയ്യുന്നു? അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ജോലി അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് നടക്കുന്നത് സ്റ്റാർട്ടപ്പിലും സ്മോൾ എൻ്റർപ്രൈസസിലും മാത്രമാണ്. ഇവർക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെയും ഈ സ്റ്റാർട്ടപ്പിനൊക്കെ അവരുടേതായ പ്രോബ്ലങ്ങളും ശരിക്കുണ്ട്. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ ടോപ്പ് 3 ആയിട്ട് കഴിഞ്ഞ 5 വർഷം നിൽക്കുന്നതാണെന്നുണ്ടെങ്കിലും കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു റെക്കണിങ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതായത് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ റഡാറിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ വന്നിട്ടില്ല. അപ്പോൾ അത് കാരണം കേരളത്തിൽ നമ്മൾ അതിന് പറയുന്നത് യൂണിക്കോൺ എന്നാണ് പറയുന്നത്. കേട്ടില്ല ആ വാക്ക്? യൂണിക്കോൺ, UNICORN എന്ന് വെച്ചാൽ
$1 ബില്യൺ വാല്യുവേഷൻ എത്തുന്ന ഒരു കമ്പനിയാണ് നമ്മൾ യൂണിക്കോൺ എന്ന് പറയുന്നത്. $1 ബില്യൺ വാല്യുവേഷൻ. കേരളത്തിൽ നിന്നാകെ ഒരേ ഒരു കമ്പനി മാത്രമേ ആ $1 ബില്യൺ വാല്യുവേഷനിൽ പോകൂ. പക്ഷേ അത് കേരളത്തിൽ വർത്തിക്കുന്ന കമ്പനിയല്ല, കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. പെരിന്തൽമണ്ണയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഓപ്പൺ ടെക്നോളജീസ്, ഒരു ന്യൂ ബാങ്കിങ് സിസ്റ്റം. ആ ലെവലിൽ ഈ 2500 സ്റ്റാർട്ടപ്പുകൾ കേരളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും ആ $1 ബില്യൺ യൂണിക്കോൺ ലെവലിൽ കേരളത്തിൽ വേറൊരു സ്റ്റാർട്ടപ്പ് എത്തിയിട്ടില്ല. അതേസമയത്ത് ഇന്ത്യയിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് മോർ ദാൻ 250 യൂണിക്കോൺസ് ഉണ്ടായിട്ടുണ്ട്. അതിന് ചില പേരുകൾ ഞാൻ വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് ഇപ്പോൾ പേടിഎം, അല്ലെങ്കിൽ സ്വിഗ്ഗി, അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി പേരുകളുണ്ട്. ഞാൻ കുറച്ചുകൂടെ നോട്ട് വെച്ചിരുന്നു. ഫ്ലിപ്കാർട്ട്, ഇമ്മോബി, ഓപ്പൺ ടെക്നോളജീസ്, ഓക്കെ, ബൈജൂസ്, ഓല, മീഷോ. കേട്ടോ, മീഷോ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഇതൊക്കെ $1 ബില്യൺ വാല്യൂഷനുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളാണ്. 3-4 വർഷം പഴക്കമുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളാണ്. ഇനി ഇപ്പോൾ കേരളത്തിലെ സ്റ്റാർട്ടപ്പിന് അങ്ങനെ ഒരു റെക്കണിങ് കിട്ടിയിട്ടില്ല. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് വേറൊരു പ്രശ്നമുണ്ട്. ടാലൻറ്റ് സ്കാർസിറ്റി. അതായത് നമ്മൾ ഈ പറയുന്ന നേരത്തെ ഇപ്പോൾ പറഞ്ഞിട്ട് പോയ, ചിലർ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് പോയ, പ്രമോദ് രാമനും പറഞ്ഞ് പേടിപ്പിച്ച ആർട്ടിഫിഷ്യൽ പേടിപ്പിക്കരുത് സർ. നിങ്ങൾ മീഡിയക്കാരെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കരുത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വി കൺട്രോൾ ഇൻ്റലിജൻസ്. ആൻഡ് ദ വെരി ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. Okay, man controls the intelligence, and that intelligence will ever control so long as humanity lives. You watch it. നമുക്കുണ്ടെങ്കിൽ ഒരു ബെറ്റ് വെച്ചിട്ട് പോയെന്ന്. പക്ഷേ കേരളത്തിൽ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നല്ല ടാലൻറ്റുകളില്ല. അപ്പോൾ എനിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ആൾക്കാരെ നേരത്തെ നമ്മുടെ സുശാന്ത്ജി പറഞ്ഞ മാതിരി എല്ലാവരും ബാംഗ്ലൂരിലേക്ക് എങ്കിച്ചിരിക്കുകയാണ്. അവർക്ക് ദേ ഗോ ടു ബാംഗ്ലൂർ. പുള്ളി പറഞ്ഞത് വളരെ കറക്റ്റ്. ഇത്രയും ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റിയിൽ പക്ഷേ അവൻ്റെ സ്വപ്നം അവിടെ എത്തുക എന്നുള്ളതാണ്. 1 മണിക്കൂർ ഒരു 2 വീലറിൽ കൂടി 1 കിലോമീറ്റർ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ എടുക്കുന്ന ഒരു സിറ്റി. പക്ഷേ അവൻ്റെ എല്ലാവരുടെയും ആഗ്രഹം ആ സിറ്റിയിൽ വർത്തിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഇൻക്ലൂസിവിറ്റിയും അവിടുത്തെ ഒരു ഡൈവേഴ്സിറ്റിയും, അല്ലേ, ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി, അതാണ് എൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ ആ ലെവലിൽ എത്തിയിട്ടില്ല. പിന്നെ പ്രശ്നങ്ങളുണ്ട് കേരളത്തിലെ. ഇപ്പോഴും പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഞാൻ തെറ്റായിട്ട് അല്ലെങ്കിൽ ഒരു കംപ്ലൈൻ്റായിട്ട് പറയുന്നില്ല. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റാണ്. പ്രൈവറ്റിൻ്റെ മലയാളം സ്വകാര്യമാണ്. ഗവൺമെൻറ് തൊടില്ല. സ്വകാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോബഡി ടച്ചസ് ഇറ്റ്. അപ്പോൾ ഒരു തരത്തിലും ഒരു എൻകറേജ്മെൻറ്റ് ഒരു ഗവൺമെൻറ്റൽ പ്രൊക്യൂർമെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഒരു സ്റ്റാർട്ടപ്പ് ആണ് എന്നുള്ള കൺസിഡറേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ തന്നെയും ഒരു ഗവൺമെൻറ് ലെവലിൽ ദേ വിൽ ഫൈൻഡ് എ ഡിഫിക്കൽട്ടി ഗിവ് ദാറ്റ്. പിന്നെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. അത് കേരള ബ്യൂറോക്രസിയാണ്. ടോപ്പ് ലെവൽ ബ്യൂറോക്രസി അല്ല, കേരള മിഡിൽ ലെവൽ ആൻഡ് ബോട്ടം ലെവൽ ബ്യൂറോക്രസി. ദേ കനോട്ട് അപ്രീഷിയേറ്റ് ആൻഡ് അക്സെപ്റ്റ് ദ സ്റ്റാർട്ടപ്പ് കൾച്ചർ. കാണാത്തൊരു സംഭവമാണ്. കണ്ടാലാണ് പറയാൻ പറ്റുക. നിങ്ങളൊരു ബിസിനസ് പ്ലാനിൽ സ്റ്റാർട്ടപ്പ് $1 ബില്യൺ യൂണിക്കോൺ ആയി കഴിഞ്ഞാൽ അവൻ സാറൊന്നും കാണുന്നില്ലല്ലോ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ പ്രശ്നങ്ങളുടെ ഭാഗമാണ്. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് വേറൊരു പ്രശ്നമുണ്ട്. തല വളർന്നിട്ടില്ല എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. അത് നിങ്ങൾ ഗൾഫുകാരൊക്കെ ഒന്ന് പുറത്തു കൂട്ടി കാണിച്ചു കൊടുക്കണം. യു മസ്റ്റ് ഷോ ദം ഹൗ ബിസിനസ് ഈസ് ഡൺ. അപ്പോൾ ഇടയ്ക്ക് പണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കുറേ സ്റ്റാർട്ടപ്പുകളെ കൊണ്ട് സിലിക്കൺ വാലിയിലോ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് എ ഗുഡ് തിങ് ബിക്കോസ് പീപ്പിൾ ആർ സീയിങ് തിങ്സ്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ഐഡിയയ്ക്ക് $1 ബില്യൺ വാല്യൂഷൻ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാനൊരു തിരുമണ്ടനാണ് ശരിക്കും. ഞാനത് പോയി കണ്ടുപിടിച്ച് ലോകം കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ ഐഡിയയുടെ വാല്യൂഷൻ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള കുറേ വാല്യൂഷനൊക്കെ ആയിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻറ്റും അല്ലെങ്കിൽ ഗവൺമെൻറ് സബ്സിഡിയും കിട്ടുമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടപ്പുകൾ രക്ഷപ്പെടുകയില്ല. ഇനി രക്ഷപ്പെട്ട സ്റ്റാർട്ടപ്പുകൾ കംപ്ലീറ്റ്ലി ഓൺലൈൻ അല്ല, ടെക്നോളജി വേസ്റ്റ് ആണെങ്കിൽ ഓൺലൈൻ അല്ല. നിങ്ങൾ നോക്കൂ, ഇന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഭാരത് മാട്രിമോണി. അതിൽ ഒരു കേരള മാട്രിമോണി ഉണ്ട് അതിൻ്റെ കീഴിലായിട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മുരുകവേലിൻ്റെ കമ്പനിയാണ്. കേരള മാട്രിമോണി ഒരു ഓൺലൈൻ സിസ്റ്റമാണ്, അല്ലേ, ഓൾ ഓഫ് യു നോ. പക്ഷേ കേരള മാട്രിമോണിക്ക് കേരളത്തിനകത്ത് എത്ര എംപ്ലോയീസ് ഉണ്ടെന്നറിയാമോ? മോർ ദാൻ 500 എംപ്ലോയീസ്. ഇൻ കൊച്ചി ദേ ഹാവ് 300 എംപ്ലോയീസ് ഇൻ വൺ ഡേറ്റാ സെൻറ്റർ. ഓൺ കോൾ നോട്ട് ഡേറ്റാ സെൻറ്റർ, സോറി, ഓൺ കോൾ സെൻറ്റർ. കാരണം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതുപോലെ മേക്ക് മൈ ട്രിപ്പ് അല്ലെങ്കിൽ ഗോ IBBO എന്നൊക്കെ പറയുന്നതൊക്കെ ഇതൊക്കെ ഓൺലൈൻ സംവിധാനങ്ങളാണെന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോഴത്തെ വേൾഡിൽ, പോസ്റ്റ് കോവിഡ് വേൾഡിൽ ഇതൊക്കെ ഹൈബ്രിഡ് സിസ്റ്റംസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓൺലൈൻ സംവിധാനം കൊണ്ട് മാത്രം ചിലപ്പോൾ സ്റ്റാർട്ടപ്പ്
വികസിക്കണമെന്നോ വിജയിക്കണമെന്നോ ഇല്ല. ഒരു ഹൈബ്രിഡ് മെത്തഡോളജിയിലൂടെയാണ് കൂടുതൽ സ്റ്റാർട്ടപ്പ് കടന്നു പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഇന്നൊവേഷൻ, ഈ സ്ട്രാറ്റജിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ ശരിക്ക് ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയും. ഞാനൊരു ബിസിനസ് പ്രൊഫസറാണ്. ഐ യൂസ് ടു ടീച്ച് ഇൻ IIMK. ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ്, ക്രിയേറ്റിംഗ് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ്. മീഡിയ വൺ ക്രിയേറ്റിംഗ് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ഓവർ ദ അതർ മീഡിയ. സിമ്പിൾ തിങ്. ദാറ്റ് ഈസ് വാട്ട് നിങ്ങളുടെ ബോർഡിലൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് തന്നെയായിരിക്കും. ഹൗ ഡു വി ക്രിയേറ്റ് എ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ്? നിങ്ങളുടെ വൈസ് ചെയർമാൻ പറഞ്ഞു നമ്മുടെ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് നന്മയും നേരും മാറണം. നല്ല കാര്യം. ഓക്കെ, കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ്, നല്ല വാല്യൂ സിസ്റ്റംസ്. ഓക്കെ, പക്ഷേ ശരിക്കും കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ഒരു കോമ്പറ്റീഷനെ അതിജീവിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് മാറിയിട്ട് ഇപ്പോൾ പല പുതിയ മെത്തേഡ്സൊക്കെ വന്നിരിക്കുകയാണ്. ദാറ്റ് ഇസ് വാല്യൂ ഇന്നൊവേഷൻ. വാല്യൂ ഇന്നൊവേഷൻ, അതായത് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അണ്ടർകോട്ട് ചെയ്ത് അല്ലെങ്കിൽ മാർക്കറ്റിനെ ശിഥിലമാക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ എല്ലാ ജംഗ്ഷനിലും പോയി കാണുമ്പോഴത്തേക്ക് ഒരുത്തൻ ഒരു കട തുടങ്ങിയിട്ട് അതേപോലത്തെ 10 കട ജംഗ്ഷനിൽ എല്ലാവരും പൂട്ടിപ്പോകുന്ന കേസുകൾ കണ്ടിട്ടുണ്ട്. എറണാകുളത്ത് ഏറ്റവും കൂടുതൽ എല്ലാ മാസവും ഉണ്ടാകുന്ന പുതിയ ഹോട്ടലുകളും എറണാകുളത്ത് ഏറ്റവും കൂടുതൽ എല്ലാ മാസവും അടയ്ക്കുന്നതും ഹോട്ടലുകളുമാണ്. നിങ്ങൾക്കറിയാം. അപ്പോൾ മാർക്കറ്റിനെ പറ്റി മനസ്സിലാക്കാതെ മാർക്കറ്റിനെ ശിഥിലമാക്കുന്ന ഈ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജിൽ സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ പോസിബിലിറ്റീസ് ഉണ്ടാവില്ല. വാല്യൂ, യു ഹാവ് ടു ക്രിയേറ്റ് ദ വാല്യൂ അറ്റ് ദ ലോവസ്റ്റ് കോസ്റ്റ്. അതിനാണ് വാല്യൂ ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. യു ഹാവ് ടു ക്രിയേറ്റ് എ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ബട്ട് അറ്റ് ദ ലോവസ്റ്റ് കോസ്റ്റ്. അതാണ് പുതിയ സ്ട്രാറ്റജി. ആൻഡ് ദിസ് സ്ട്രാറ്റജി ഈസ് കോൾഡ് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇന്നൊവേഷൻ സ്ട്രാറ്റജി. അതുപോലെ സ്റ്റാർട്ടപ്പുകൾക്ക് വേറെ സംഭവം, ദാറ്റ്സ് കോൾഡ് അങ്ങനെ പറയുന്നത് ഇഫക്ച്വൽ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത്. അത് എനിക്ക് എന്തറിയാം, ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കയ്യിൽ എത്ര കാശുണ്ട്, എനിക്ക് ആരൊക്കെയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് ഒരു സ്റ്റാർട്ടപ്പ് ഒരു ഐഡിയയിലോ ഒരു പ്രോഡക്റ്റിലോ അല്ലെങ്കിൽ ഒരു ടെക്നോളജിയിലോ അധിഷ്ഠിതം മാത്രമല്ല. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദാറ്റ് സ്റ്റാർട്ടപ്പ് ടു നെറ്റ്വർക്ക് ആൻഡ് കണക്ട് ടു ദ ഈക്കോ സിസ്റ്റം. ആ ഈക്കോ സിസ്റ്റം ഫണ്ട് തരുന്നവരാകാം, ആ ഈക്കോ സിസ്റ്റം ബാങ്കിങ് സിസ്റ്റം ആകാം, ആ ഈക്കോ സിസ്റ്റം റെഗുലേറ്റേഴ്സ് ഗവൺമെൻറ് ആകാം, ആ ഈക്കോ സിസ്റ്റം കസ്റ്റമേഴ്സ് ആകാം. കസ്റ്റമേഴ്സ് ഈസ് ദ കിങ്, അത് അവരാകാം. അപ്പോൾ ആ ഈക്കോ സിസ്റ്റമായിട്ട് ഒരു സ്റ്റാർട്ടപ്പിന് എത്ര പെട്ടെന്ന് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഒരു കൊളാബറേറ്റീവ് വേയിൽ, അല്ലെങ്കിൽ സിമ്പിൾ യൂസേജ്, സിംപ്ലിഫൈഡ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നിട്ട് ഇഫ് യു ആർ ഏബിൾ ടു കണക്ട് ആൻഡ് ഇൻ ദ എൻഡ് വാട്ട് ഹാപ്പൻസ് ഈസ് യുവർ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്, it will be your network is going to be your net worth. When your network becomes your net worth, your startup will do well. ഈ നമ്മൾ പറയുന്ന എഡിഫിസസുകളുടെ അകത്ത് ഇരുന്നിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഈക്കോസിസ്റ്റത്തിൽ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി പ്രോഡക്റ്റ് മാർക്കറ്റ് കൊടുത്ത് വിജയിച്ച് മുമ്പോട്ട് പോകാം എന്ന് വിചാരിക്കുന്നതിൻ്റെ മൗഢ്യം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പറയുന്നത് ആ ബേസിക് ഇൻ്റലിജൻസ്, ബേസിക് മാർക്കറ്റ്സ്, ബേസിക് സെയിൽസ്, ബേസിക് ബിസിനസ് മോഡൽസ്, അതിനൊന്നും ഒരു മാറ്റമില്ല. യു ആർ ഡൂയിങ് ഇറ്റ് ഡിഫറെൻ്റ്ലി, അത്ര മാത്രമേ ഉള്ളൂ. അതെങ്ങനെ ഡിഫറെൻറ്റ് ചെയ്യുന്നുള്ള ഒരു പ്രക്രിയ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഈക്കോ സിസ്റ്റമാണ് സ്റ്റാർട്ടപ്പ് ഈക്കോ സിസ്റ്റം. താങ്ക് യു വെരി മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. You can now probably have your dinner. Thank you.